ഇവിടെ സുഭാഷ് എന്നൊരു വ്യക്തി കല്യാണം കഴിക്കാൻ കാത്തു നിൽക്കെ പുറത്തുനിന്നും 5 പേരൊരു ജീപ്പിൽ കല്യാണ വീട്ടിലേക്ക് വന്ന് മുഴുവൻ തല്ലുണ്ടാക്കുന്നു. എന്നാൽ അവർ എല്ലാത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം കാര്യം ചോദിച്ചപ്പോഴാണ് അവർ സത്യം അറിയുന്നത്. കാരണം സുഭാഷ് കെട്ടാനിരുന്ന കല്യാണ പെണ്ണ് ഓൾറെഡി തല്ലുണ്ടാക്കി 5 പയ്യന്മാരെ കല്യാണം കഴിച്ച് ചീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം കേട്ട് സുഭാഷും ആ പോലീസ് ഓഫീസേഴ്സും ആകെ ഷോക്കാകുന്നു. സോ പിറ്റേ ദിവസം കല്യാണ പെണ്ണിനെ വിളിപ്പിച്ച് പോലീസ് അവളോട് കാര്യം ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. അവർ 5 പേരും നീ തന്നെയാണ് കല്യാണം കഴിച്ചത്, എന്നാൽ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നീ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്, എന്താണ് ഇതിന്റെ കാര്യമെന്ന് പോലീസുകാർ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് അവൾ കരയുകയല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഒരു ലേഡി കോൺസ്റ്റബിളെ വെച്ച് അവളെ ഭയപ്പെടുത്തി ഒന്നുകൂടി അവർ കാര്യം ചോദിച്ചപ്പോൾ അവൾ അവരോട് ഞാൻ തന്നെയാണ് അവരെ കല്യാണം കഴിച്ച് ചതിച്ചത്, അതിനെന്ത് ശിക്ഷയായാലും എനിക്ക് തന്നോളാൻ പറയുന്നു. എന്നാൽ അവിടം കൊണ്ട് പോലീസുകാർ അത് വിടാതെ അവളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും അച്ഛൻ നഷ്ടപ്പെട്ട് അവളും അമ്മയും ചേർന്ന് മൈസൂരിലേക്ക് ഒരു ജോലി അന്വേഷിച്ചു പോകുന്നു. അവിടെ അവളുടെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകനായ അരുൺ എന്ന പയ്യൻ അവരെ സഹായിച്ച് അവർ രണ്ടുപേരും നല്ല കൂട്ടായി അവസാനം പ്രണയിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ ഒരു ദിവസം അവളൊരു ഇന്റർവ്യൂവിന് പോയപ്പോൾ അവളോട് അവർ മോശമായി പെരുമാറിയത് കാരണം അവൾ അവിടെ നിന്നും ഇറങ്ങി വന്നു. ഇതേ സമയം അവളുടെ അമ്മക്ക് സുഖമില്ലാതായി അവളെ ചികിത്സിക്കാൻ ലക്ഷങ്ങൾ വേണ്ടി വന്നത് കാരണം അരുൺ എന്ന പയ്യൻ അവളെ സഹായിക്കാൻ നോക്കി. എന്നാൽ അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ അവൾ ആ ഇന്റർവ്യൂ ചെയ്ത സ്ഥലത്തേക്ക് ചെന്ന് ഞാൻ ആ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ ജോലി കൊടുത്തവനാണ് ഇവിടെ കല്യാണം കഴിക്കാൻ പെണ്ണില്ലാത്തത് കാരണം ഒരുപാട് പയ്യന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട്, അവരെ നീ കല്യാണം കഴിച്ച് ചതിച്ച് നിനക്ക് കിട്ടിയ സ്വർണവുമായി നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അതിൽ നിന്നും നിനക്ക് ഞങ്ങളൊരു ഷെയർ തരാമെന്ന് പറഞ്ഞത്. ഇത് കാരണമാണ് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അവൾ ആ പണി ചെയ്തതും.